Dear students, welcome to Business Studies class. നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിച്ചു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. നമ്മൾ 4ാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മെറിറ്റ്സ് എന്തൊക്കെ, ഡിമെറിറ്റ്സ് എന്തൊക്കെ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് who join together with the motive of welfare of the members. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്ന ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. പരസ്പര സഹായം. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി കുറേ വ്യക്തികൾ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിലെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് ആ സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് who join together with the motive of welfare of the members. They are driven by the need to protect their economic interest against exploitation by middlemen. Mostly, some people are exploited by middlemen. To escape from the exploitation of middlemen, these people can join together and form a cooperative society, and they can eliminate the middlemen. Then, cooperative society is compulsorily registered under the Cooperative Societies Act. നമ്മൾ നേരത്തെ പഠിച്ച 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലും രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മാത്രമേ രജിസ്ട്രേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതും കമ്പൽസറിയല്ല. പക്ഷേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം എന്നത് കമ്പൽസറിയാണ്. രജിസ്ട്രേഷന് വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ദ കൺസെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 അഡൽട്ട് പേഴ്സൺസ് ഈസ് റിക്വയർഡ് ടു ഫോം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദ ക്യാപിറ്റൽ ഓഫ് ദി സൊസൈറ്റി ഈസ് റേസ്ഡ് ഫ്രം മെമ്പേഴ്സ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇപ്പോൾ 10 അഡൽട്ട് പേഴ്സൺസിൻ്റെ കൺസെന്റ് മതി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. ആ സൊസൈറ്റിയുടെ ക്യാപിറ്റൽ മെമ്പേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 1ാമത്തെ പ്രത്യേകത അതിൻ്റെ വോളണ്ടറി മെമ്പർഷിപ്പാണ്. ഒരാൾ മെമ്പർ ആകാനോ ഇനി മെമ്പർഷിപ്പിൽ നിന്ന് ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ അതിനോ ഒന്നും യാതൊരു കമ്പൽഷനും ഇവിടെ നിന്നും ഇല്ല. ഒരാളുടെ സ്വന്തം വ്യക്തിപരമായ തീരുമാനമാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകുക എന്നതും ആ മെമ്പർഷിപ്പ് ഒഴിവാക്കുക എന്നതും ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ആരും ഒരാളെയും നിർബന്ധിക്കുന്നില്ല. വോളണ്ടറിയാണ് മെമ്പർഷിപ്പ്. ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 1ാമത്തെ പ്രത്യേകത. മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി. ദർ ഈസ് നോ കമ്പൽഷൻ ഓൺ എനിബഡി ടു ബിക്കം മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്കൻഡ്, ലീഗൽ സ്റ്റാറ്റസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൺസ് രജിസ്റ്റേർഡ്, ഇറ്റ് ഗെറ്റ്സ് എ ലീഗൽ സ്റ്റാറ്റസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലീഗൽ സ്റ്റാറ്റസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടും. സൊസൈറ്റി ക്യാൻ ഓൺ അസറ്റ്സ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. സ്വന്തം പേരിൽ അസറ്റ്സ് വാങ്ങാം, അത് സ്വന്തമാക്കി വയ്ക്കാം, ലോൺസ് എടുക്കാം. ദേ ക്യാൻ sue against the even its members. Okay, so all these are because of a separate legal status. So once registered, society gets a legal status. 3ാമത്തെ പ്രത്യേകത ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് ദി members of the society is limited to the amount of capital contributed by them. അവർ എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതാണ് മാക്സിമം ലയബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കൺട്രോൾ. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു എലക്റ്റഡ് മാനേജിങ് കമ്മിറ്റിയാണ്. ഓക്കെ, മെമ്പേഴ്സ് will convene a general body meeting and elect some representatives from the members as a managing committee. ഈ മാനേജിങ് കമ്മിറ്റിയാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മാനേജ് ചെയ്യുന്നത്.
അഞ്ചാമത്തെ പ്രത്യേകത സർവീസ് മോട്ടീവ്. കോപ്പറേറ്റീവ് സൊസൈറ്റി മ്യൂച്വൽ ഹെൽപ്പ് എന്ന പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. സോ ദേ വർക്ക് ഫോർ ദി വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. ജനങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ, പൊതുജനങ്ങളുടെ അല്ല, മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് സൊസൈറ്റി പ്രവർത്തിക്കുക. പ്രോഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ബിസിനസ് ഈസ് ഡിവൈഡഡ് എമംഗ് ദി മെമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദി ബൈലോ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് ഒരു ബൈലോ ഉണ്ട്. ആ ബൈലോ പ്രകാരമാണ് അതിൻ്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ. നെക്സ്റ്റ് വി ക്യാൻ സീ ദ മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ചില ഗുണങ്ങൾ. ഒന്നാമത്തേത് ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്. എവരി മെമ്പർ ഹാവ് ഈക്വൽ വോട്ടിംഗ് സ്റ്റാറ്റസ്. ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക്കലി മാനേജ്ഡ്. വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. നമ്മൾ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ വ്യക്തമാകും. ഓക്കെ, വൺ മാൻ വൺ വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട് എന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്നത്. സോ ഈ ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരാൾ എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താലും അയാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ലിമിറ്റഡ് ലയബിലിറ്റി. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഇൻ ദി ഇവന്റ് ഓഫ് ലോസ്, ഈവൻ ദ പേഴ്സണൽ പ്രോപ്പർട്ടി വിൽ ബി ലോസ്റ്റ്. ബിസിനസ്സിൽ ഒരു നഷ്ടം വന്നാൽ പേഴ്സണൽ പ്രോപ്പർട്ടി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ പഠിച്ച 3 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലും. പക്ഷേ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഓക്കെ, വാട്ട് എവർ മേ ഹാപ്പൻ ടു ദ ബിസിനസ്, ഒരു മെമ്പർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ക്യാപിറ്റൽ മാത്രമേ പോകൂ. അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും സൊസൈറ്റിയുടെ കടം വീട്ടാൻ കൊടുക്കേണ്ടതില്ല. ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെമ്പേഴ്സ്. ദെൻ തേർഡ് മെറിറ്റ് ഈസ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, സൊസൈറ്റിക്കൊരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലീഗൽ സ്റ്റാറ്റസ് സൊസൈറ്റിക്കുണ്ട്. ഇപ്പോൾ മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചാലും അത് സൊസൈറ്റിയുടെ കണ്ടിന്യൂറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. സൊസൈറ്റി ഹാസ് എ സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ദെൻ ഫോർത്ത്, എക്കണോമി ഇൻ ഓപ്പറേഷൻസ്. ഒരു എക്കണോമി ഇൻ ഓപ്പറേഷൻസ് ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റി എപ്പോഴും മിഡിൽ മെന്നെ എലിമിനേറ്റ് ചെയ്യും, അവോയ്ഡ് ചെയ്യും. മിഡിൽ മെൻ, ഒരു മധ്യവർത്തിയില്ല, നേരിട്ട് ഉപഭോക്താവും പ്രൊഡ്യൂസറും തമ്മിലുള്ള നേരിട്ടുള്ള കണക്ഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോസിബിൾ ആകുന്നത്. സോ ദേ ക്യാൻ എൻജോയ് എക്കണോമി ഇൻ ഓപ്പറേഷൻ. മറ്റൊരു തരത്തിലും ഈ എക്കണോമി ഇൻ ഓപ്പറേഷൻസ് എൻജോയ് ചെയ്യാം. ഓരോ മെമ്പേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ചിലവ് കൂടുതലായി. അതേസമയം ഒരു 10 100 പേര് ഒന്നിച്ചു ചേർന്ന് ഒരു ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് വളരെയധികം ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലി ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ചിലവ് കുറഞ്ഞ് അവർക്ക് അതേ ബിസിനസ്സിൽ തന്നെ ചെയ്യാൻ കഴിയും, കൂടുതൽ ലാഭം നേടാനും കഴിയും. അപ്പം ഇങ്ങനെ എക്കണോമി ഇൻ ഓപ്പറേഷൻ എൻജോയ് ചെയ്യാൻ മെമ്പർമാർക്ക് ആ സൊസൈറ്റിക്ക് കഴിയും. ദെൻ ഫിഫ്ത്ത് മെറിറ്റ് ഈസ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. കോപ്പറേറ്റീവ് സൊസൈറ്റി obtains many supports from government, subsidies and other amenities from the government. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭ്യമാണ്. ദെൻ ലാസ്റ്റ്, ഈസ് ഓഫ് ഓപ്പറേഷൻസ്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമാണ്, അത് ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, ആൻഡ് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഈസിയാണ്. തീരുമാനങ്ങൾ, ഈസ് ഓഫ് ഓപ്പറേഷൻ ഈസ് അനദർ മെറിറ്റ് ഓഫ് കോപ്പറേറ്റീവ് society. Then cooperative society is not free from limitations. അതിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ അതിൻ്റെ റിസോഴ്സസ് ആണ്. റിസോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അവർക്കുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ്. മെമ്പേഴ്സ് വലിയ വെൽത്തി മെമ്പേഴ്സ് ഒന്നുമല്ല, ഓർഡിനറി പീപ്പിളാണ്. അതുകൂടാതെ ഈ ക്യാപിറ്റലിന് ഡിവിഡൻഡ് കാര്യമായി കൊടുക്കില്ല. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡിവിഡൻഡ് ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചല്ല പരമാവധി ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതും കൊടുക്കും, പക്ഷേ മെമ്പേഴ്സിൻ്റെ
ബിസിനസ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് അവർക്ക് ഡിവിഡൻഡ് ഒക്കെ കൂടെ അധികവും കൊടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ, ഒരു പരിധിയിൽ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കഴിയില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ലിമിറ്റേഷൻ. രണ്ടാമത്തത് ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മെമ്പേഴ്സാണ്. അവർക്ക് മാനേജ്മെൻറ്റിൽ വലിയ പ്രാവീണ്യം ഉണ്ടാകണം എന്നില്ല. അതേസമയം ഇവർക്ക് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുമില്ല. കാരണം അതിനുള്ള റിസോഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കാണില്ല. ഓക്കെ, അങ്ങനെ റിസോഴ്സ് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുമുണ്ട് എക്സെപ്ഷണൽ കേസസിൽ. ദെൻ തേർഡ്, ലാക്ക് ഓഫ് സീക്രസി. ബിസിനസ്സിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ആക്ട് അനുസരിച്ച്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് തന്നെ മെമ്പേഴ്സിന് പല ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കഴിയില്ല. ദെൻ നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കൺട്രോളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓൾവേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ആൻഡ് ഗവൺമെൻറ് വിൽ ഇൻ്റർഫിയർ ഇൻ മെനി അഫെയർസ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ ലാസ്റ്റ്, ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ. മെമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ there can be some differences of opinion. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ that may lead to conflict. Then personal interest of the managing committee members or managers will also affect the welfare motive of the cooperative society. Okay, these are the limitations of cooperative societies. Then next we are going to study the different types of cooperative societies. വ്യത്യസ്ത തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ദെൻ ദീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സൊസൈറ്റി കൺസ്യൂമേഴ്സിൻ്റെ സൊസൈറ്റിയാണ്. കൺസ്യൂമേഴ്സ് ഫോം ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. These societies are formed to protect the interest of consumers. Then members of the society are consumers who want to obtain good quality product at reasonable price. നല്ല പ്രൊഡക്റ്റ് ന്യായമായ വിലയ്ക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കൺസ്യൂമേഴ്സ് ആണ് ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. കൺസ്യൂമർ ഫെഡ് ഒരു എക്സാമ്പിൾ ആണ്. The society aims at eliminating middlemen. അപ്പോൾ ഈ സൊസൈറ്റി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സിൻ്റെ നേരിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യും. അത് ആ സൊസൈറ്റിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി കൺസ്യൂമേഴ്സിന് നേരിട്ട് സെയിൽ ചെയ്യും. അപ്പോൾ അതിനിടയ്ക്കുള്ള ഹോൾസെയിലർ, റീറ്റെയിലർ, ഏജൻറ്റുമാർ തുടങ്ങിയ മിഡിൽമെന്നെ ഒക്കെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ പ്രോഫിറ്റ്സ് ഒബ്റ്റൈൻഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് either on the basis of capital or on the basis of purchases made by members. ഓക്കെ, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദിസ് സൊസൈറ്റി ഈസ് the association of small producers. The societies are formed to protect the interest of small producers. ചെറുകിട ഉൽപാദകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫോം ചെയ്യുന്ന സൊസൈറ്റീസ് ആണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Then this society aims to fight against big capitalists and enhance bargaining power of small producers. ഇപ്പോൾ ചെറുകിട വ്യവസായികൾക്ക് വലിയ ക്യാപിറ്റലിസ്റ്റ് ആയ വലിയ കമ്പനികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും അവർക്ക് ബാർഗൈനിങ് പവർ കുറവായിരിക്കും. അവരുമായിട്ട് മത്സരിക്കാനുള്ള മത്സരക്ഷമത അവർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്മോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ദെൻ സൊസൈറ്റി എയിംസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബിഗ് ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ബ്രാൻഡിൽ അവർക്ക് വലിയ കമ്പനികളുമായിട്ട് മത്സരിക്കാനും വിപണി പിടിക്കാനും കഴിയും. ദ സൊസൈറ്റി സപ്ലൈസ് റോ മെറ്റീരിയൽസ്
equipments and other inputs to the members. മെമ്പേഴ്സിന് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യും, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യും, മെഷീൻസൊക്കെ സപ്ലൈ ചെയ്യും, മറ്റ് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ മെമ്പേഴ്സിന് സപ്ലൈ ചെയ്യും. അതുകൂടാതെ ദേ ഓൾസോ ബൈ ദി ഔട്ട്പുട്ട് ഫോർ സെയിൽ. ഈ മെമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ച് വാങ്ങുകയും ചെയ്യും. അത് സൊസൈറ്റി ഒരു ബ്രാൻഡ് നെയിമിൽ, ആ സൊസൈറ്റിയുടെ ബ്രാൻഡ് നെയിമിൽ അത് മാർക്കറ്റ് ചെയ്യും. ഓക്കെ, ദെൻ പ്രോഫിറ്റ്, ജനറലി പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദി ടോട്ടൽ പൂൾ ഓഫ് ഗുഡ്സ്. ഓരോ പ്രൊഡ്യൂസറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ അനുപാതത്തിൽ ആണ് പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Okay, this is the second type of cooperative society, producers cooperative society. Then third, marketing cooperative societies. Marketing cooperative society, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. Such societies are established to help small producers to market their products. ചെറുകിട ഉൽപാദകർ, കർഷകർ ഒക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്യുന്ന സൊസൈറ്റിയാണ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെയും മിഡിൽമെൻ്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലക്ഷ്യം. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ പ്രൊഡ്യൂസേഴ്സ് ഹു വിഷ് ടു ഗെറ്റ് റീസണബിൾ പ്രൈസ് ഫോർ ദെയർ പ്രൊഡക്ട്സ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഉൽപ്പാദകരാണ് ഈ ഒരു സൊസൈറ്റിയിലെ മെമ്പർമാർ. ദെൻ സൊസൈറ്റി എയിംസ് ടു എലിമിനേറ്റ് മിഡിൽമെൻ, മധ്യവർത്തികളെ ഒഴിവാക്കുക ഞാൻ പറഞ്ഞു. ദെൻ ഇറ്റ് പൂൾസ് ഔട്ട്പുട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് പെർഫോംസ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ലൈക്ക് പാക്കേജിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് എറ്റ്സെട്ര. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഔട്ട്പുട്ട് കളക്ട് ചെയ്യുന്നു, അതിൽ ചില മാർക്കറ്റിംഗ് ഫങ്ഷൻസ്, ചിലപ്പോൾ ചില പ്രോസസ്സിങ് തന്നെ അവർ ചെയ്യും. സൊസൈറ്റി പ്രോസസ്സിങ് അടക്കം ഉള്ള ഫങ്ഷൻസ് ആ സൊസൈറ്റിയിൽ ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് അതിനെ വിപണിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, മറ്റ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഒക്കെ ഈ സൊസൈറ്റി പെർഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എ തേർഡ് ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. ദെൻ ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ഫാമേഴ്സിൻ്റെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ജോയിൻറ്റ് ഫാമിങ്ങിന് വേണ്ടി. ദീസ് സൊസൈറ്റീസ് ആർ ഫോം ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഫാമേഴ്സ് ആൻഡ് ദീസ് സൊസൈറ്റി പ്രൊവൈഡ് ബെറ്റർ ഇൻപുട്സ് അറ്റ് റീസണബിൾ കോസ്റ്റ്. ഫാമേഴ്സിന് വേണ്ട വിത്ത്, വളം, പിന്നെ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ ന്യായമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഈ സൊസൈറ്റിയാണ്. Then members are farmers who wish to jointly take up farming activities. Farming activities joint ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഫാമേഴ്സ്, കർഷകരാണ് ഇത്തരം സൊസൈറ്റിയിൽ മെമ്പർമാരാകുന്നത്. Then the aim is to gain benefit of large scale farming and increase productivity. Okay, large scale farming കൊണ്ടുള്ള നേട്ടം എടുക്കാൻ താല്പര്യമുള്ള ചെറുകിട കർഷകരാണ്. ഓക്കെ, അവരെല്ലാവരും ഒന്നിച്ച് ഒരു ലാർജ് സ്കെയിൽ ഫാമിങ്ങിൽ ഏർപ്പെടും. അപ്പം അതിനുവേണ്ടി അവരൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യും. ദെൻ ദേ പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, മെഷീനറി ആൻഡ് അതർ മോഡേൺ ടെക്നിക്സ് ഫോർ യൂസ് ഇൻ കൾട്ടിവേഷൻ. കൃഷിക്ക് ആവശ്യമായ എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ്, ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. Then next type is cooperative credit societies, credit cooperatives. Credit cooperative societies are established for providing easy credit on reasonable terms. Cooperative ബാങ്കുകൾ ക്രെഡിറ്റ്, ഈസി ക്രെഡിറ്റ്, ന്യായമായ ടേംസിൽ കടം കൊടുക്കുന്ന, ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. Then members are the persons who seek financial help in the form of loans. Then the aim of this society is to protect the members from the exploitation of money lenders. മുൻകാലങ്ങളിലൊക്കെ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരുന്നു. They charge very high rate of interest.
In order to protect the members from the exploitation of money lenders, cooperative credit societies are formed. They provide loans to members out of the capital and deposits from the members. അപ്പോൾ അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ലോൺസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിൽ നിന്ന്, അതുപോലെ മെമ്പേഴ്സ് കൊടുക്കുന്ന ഡിപ്പോസിറ്റ്സിൽ നിന്ന് സൊസൈറ്റി ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് വൺ മോർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദർ, കോപ്പറേറ്റീവ് housing society. Cooperative housing society. Cooperative housing societies are formed to help people with limited means to construct houses at a reasonable cost. വീടുകൾ ന്യായമായ ചെലവിൽ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി മെമ്പേഴ്സിനെ സഹായിക്കുന്ന സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. Its members are persons who want to procure residential accommodation at a lower cost. ന്യായമായ വിലയ്ക്ക് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, ചിലപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ഇവർ നിർമ്മിക്കും. അത് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ മെമ്പേഴ്സിന് സെല് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ ഓൾസോ സപ്ലൈ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷന് വേണ്ട മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യും. ഇതൊക്കെയാണ് ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. Okay, so these are the different types of cooperative societies. Okay, thank you.